ബാപ്പയ്ക്ക് യൂസുഫിനോടൊരു പ്രത്യേകമായ സ്നേഹമുണ്ട് എന്ന് തോന്നിയ ജ്യേഷ്ഠന്മാര് ചെയ്തത് യൂസുഫിനെ കൊണ്ടുപോയിട്ട് ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. ആരും ഉപയോഗിക്കാത്ത ഒരു കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞു. എന്തിനാ എറിഞ്ഞത്? ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാ? കൊല്ലാനായിരുന്നു. രക്ഷപ്പെടുത്തിയത് പടച്ചോന്റെ പ്ലാനാണ്. മലഞ്ചെരുവിലെ ഒരു കുടിലിൽ ജീവിച്ച യൂസുഫ് നബി പിന്നെ എത്തുന്നത് എവിടെയാ? ഈജിപ്തിലെ കൊട്ടാരത്തിലാ. ഇതാണ് പടച്ചോന്റെ പ്ലാന്. വല്ലാത്തൊരു പ്ലാനല്ലേ ഇത്? നമ്മളെ ഒന്നും ആർക്കും തകർക്കാൻ കഴിയില്ല. അത് പടച്ചോൻ വിചാരിക്കണം. അതിനുള്ള സാക്ഷ്യമാണ് യൂസുഫ് നബിയുടെ ചരിത്രം. ഒട്ടക്കിണറ്റിലേക്ക് കൊല്ലാനെറിഞ്ഞ കുട്ടിയെയാണ് ഈജിപ്തിലെ ധനകാര്യമന്ത്രിയാക്കി പടച്ചോൻ മാറ്റിയത്. അതാണ് പടച്ചോന്റെ പ്ലാന്.